ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ വചനം പഠിക്കാനും കേൾക്കാനുമുള്ള ദാഹത്തോടു കൂടെയാണോ നിങ്ങളായിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയൊരു ദാഹത്തോടു കൂടി ഇരിക്കുന്നവനെല്ലാം കർത്താവ് വലിയ സ്നേഹത്തോടെ വീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിശുദ്ധ വേദപുസ്തകം വചനം പങ്കുവെക്കുന്നവനെയും അത് കേൾക്കുന്നവനെയും ഒക്കെ പറ്റി എഴുതി വച്ചിരിക്കുന്നത് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 3 കൂട്ടരെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ പ്രവചനത്തിലെ, ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ വായിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് കേൾപ്പിക്കുന്നവനും അതോടൊപ്പം തന്നെ അത് കേൾക്കുന്നവരും, 3-ാമത്തെ കൂട്ടം ആളുകളെ പറ്റി പറയുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയിൽ ആ ഭാഗ്യാവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടർ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഇന്നത്തെ പഠനത്തിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. അതിലെ പ്രധാന പ്രമേയം എന്തായിരുന്നു? 13-ാം അധ്യായത്തിൽ ഓർക്കുന്നുണ്ടോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ പ്രധാന പ്രമേയം, അതായത് മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ വളരെ മർമ്മപ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു അധ്യായമാണ് 13-ാം അധ്യായം. അതിൽ എന്തിനെ പറ്റി? സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്താണെന്ന് ഉപമകളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് സ്വർഗരാജ്യത്തിന്റെ സ്ഥാപനത്തിനും അതിന്റെ വളർച്ചയ്ക്കും യേശുവിന്റെ 2-ാമത്തെ വരവോടുകൂടെ അതിന്റെ പൂർത്തീകരണവും ആണെന്ന് പഠിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 7 ഉപമകളിലൂടെ അദ്ദേഹം ദൈവരാജ്യത്തെ മനസ്സിലാക്കി തരാനായിട്ട് യേശുവിന്റെ മൊഴികൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതില് ഒന്നാമത്തത് നമുക്കറിയാം, വിതക്കാരന്റെ ഉപമയാണ്. വിതയ്ക്കാൻ വചനം ആകുന്ന വിത്ത് വിതയ്ക്കാൻ ഇറങ്ങുന്ന യേശു വചനം വിതയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് സ്വർഗരാജ്യത്തിലേക്ക് ഒരാളെ എത്തിക്കാത്തത് എന്താണെന്നും ഒരാളെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് എന്താണെന്നും ഒക്കെ പഠിപ്പിക്കുന്നതായിരുന്നു ഒന്നാമത്തെ ഉപമ. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഒരു നല്ല ഗോതമ്പ് പാടത്തിനകത്തേക്ക് രാത്രിയിൽ സാത്താൻ വന്ന് കളകൾ വിതയ്ക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും സാത്താന്റെ ഉപദ്രവങ്ങളും അതുപോലെ അവന്റെ പ്രലോഭനങ്ങളും പരീക്ഷകളൊക്കെ ഉണ്ടാകും. അതിനെ അതിജീവിക്കണമെന്ന് ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും അതിൽ വളരാനും അതിനെല്ലാം അതിജീവിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ആ ഉപമയിലൂടെ ലഭിച്ചത്. പിന്നീട് 3-ാമത്തെ ഉപമ 12-ാം വാക്യം, കടുക് മണിയോട് സദൃശ്യം. അതായത് ചെറുതാണ്, ചെറിയ രീതിയിലാണ് ഇത് വളർന്നു വരുന്നത്. നമ്മളിപ്പോ വളരെ കാലമായിട്ട് വചനം കേൾക്കുന്നെങ്കിലും പലരുടെ ആശങ്കയുണ്ട്. അതായത് എനിക്കൊരു വ്യത്യാസവും കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ,
എൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്ന് വചനം കേൾക്കാൻ തുടങ്ങിയോ, എന്ന് അതിനനുസരിച്ച് ജീവിക്കാനുള്ള പരിശ്രമം നടത്തി തുടങ്ങിയോ, അന്ന് മുതൽ പതിയെ പതിയെ ഈ സ്വർഗരാജ്യം എൻ്റെ ചങ്കിനകത്ത് വളരുന്നത് എനിക്ക് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിന്മകളൊക്കെ എന്നിൽ നിന്ന് വിട്ടുപോയത്, എൻ്റെ ഒരു പരിശ്രമവും ഇല്ലാതെ എന്നിൽ നിന്ന് വിട്ടുപോയതൊക്കെ എനിക്ക് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കടുകുമണിക്ക് തുല്യമാണ്. അത് മണ്ണിൽ കടന്ന് വളർന്ന് അതൊരു സസ്യമായി പിന്നീട് അതിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെയാണ് വചനം. അത് പതിയെയാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം അത് പതിയെയാണ് വളരുന്നത്. അതുകൊണ്ട് ഇതിനൊരു കാത്തിരിപ്പ് അനിവാര്യമാണെന്ന് ഈ ഉപമയിലൂടെ പഠിപ്പിച്ചു. പിന്നീട് 33 അതെ, പുളിച്ച മാവിന്റെ പ്രത്യേകതയും നമുക്കറിയാം. പുളിക്കാത്ത വലിയൊരു അതെ പുളിപ്പിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് പുളിച്ച മാവ് അതിന് തുല്യമാണ് ഈ വചനം. സ്വർഗരാജ്യത്തിന്റെ വചനങ്ങൾ കർത്താവ് ഇട്ടു തരുന്നത്. അതിന് നമ്മൾ അനുവാദം കൊടുത്താൽ, അതായത് പുളിച്ച മാവ് ഈ പുളിക്കാത്ത മാവിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു അനുവാദം ആര് പ്രതീക്ഷിക്കുന്നുണ്ട്? ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ അത് മൊത്തം പൊളിച്ചു വരുന്ന തരത്തിൽ, അതായത് സ്വർഗരാജ്യത്തിന്റെ ഒരു ആത്മാവായി പൂർണ്ണമായിട്ടും വളർന്നു വരുന്ന തരത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുമെന്ന് പ്രത്യേകമായിട്ട് ആ ഉപമയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 44 വാക്യത്തിലാണ് 5ാമത്തെ ഉപമ. സ്വർഗരാജ്യം വയലിൽ ഈ സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അതായത് വെറുതെ ഈ ലോകപ്രകാരം ജീവിച്ച് സ്വന്തം ജഡത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വിച്ചകൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവന് തുറന്നു കിട്ടുന്ന വാതിലല്ല സ്വർഗരാജ്യം. മറിച്ച് ഇത് എവിടേക്കോ ഇത് കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. അതെവിടെയാണ്? സഭയിൽ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയായി, കൂദാശകളായി സ്വർഗരാജ്യം കർത്താവോടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുംഭസാരമായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വചനത്തിൽ, വേദപുസ്തകത്തിൽ വചനമായിട്ട് കർത്താവ് ഇത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടെത്തണം. അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ അത് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അവനെ ആ വയൽ വാങ്ങി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടോ, ഇതിനൊരു സമർപ്പണം വേണം. അതായത് ലോകവും അതിന്റെ കൂടെ ജഡവും അതിന്റെ കൂടെ അല്പം വചനവും അല്ലെങ്കിൽ പ്രാർത്ഥനയും, അങ്ങനെ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയാൽ സ്വർഗരാജ്യത്തിൽ വളരാൻ പറ്റില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പിന്നീട് 45-46 വാക്യത്തിൽ 6ാമത്തെ ഉപമ, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ഇത് രണ്ടും ഏകദേശം ഒരേ മീനിങ് വരുന്നതാണ്. പിന്നീട് 7ാമത് പറയുന്നത്, പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്ന എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യമാണ്. നമുക്കറിയാം, ഒരു വല വലിച്ചെടുക്കുമ്പോൾ അതിനകത്ത് നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ ഉണ്ടാവും. കർത്താവ് പറയുന്നത് ഇന്ത്യനായുധയെ പറ്റി കുറിക്കുന്ന ഒരു ഉപമയാണ്. സ്വർഗരാജ്യത്തിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോ കർത്താവ് എല്ലാവരെയും അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലാബാലവൃദ്ധം ജനങ്ങളും യേശുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നു നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഇടത്തോട്ടും വലത്തോട്ടും മാറ്റി നിർത്തുന്നു. അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. വലയിൽ നിന്ന് നല്ലതെടുത്ത് തന്റെ നിക്ഷേപത്തിലും ചീത്തതെടുത്ത് പുറത്തേക്ക് കളയുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 7 ഉപമയാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. ഇത് വല്ലപ്പോഴൊക്കെ വായിച്ച് ഈ പഠിച്ചതൊക്കെ പിന്നെ ഒന്ന് ധ്യാനിക്കണം. അപ്പോഴാണ് ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇത് നന്നായിട്ട് തറവാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോ ഈ സ്കൂളിലൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു പാഠപുസ്തകത്തിൽ എത്രയോ ആവർത്തി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്, കാണാതെയും അല്ലാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയും ട്യൂഷന് പോയൊക്കെയാണ് നമ്മളൊക്കെ അത് പഠിച്ചെടുത്തത്. അങ്ങനെയെങ്കിൽ വേദപുസ്തകം പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു സമർപ്പണം വേണം അതിനകത്ത്. നന്നായിട്ട് ഇതിനെയും വായിക്കാനും അതിനെപ്പറ്റി ധ്യാനിക്കാനും ഒക്കെ സമയം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണമേ. ഏറ്റവും അവസാനം യേശു തന്റെ പിതൃനഗരത്തിൽ ചെല്ലുമ്പോൾ അവരുടെ അവിശ്വാസം കണ്ട് അതിനെ ഓർത്ത് പ്രയാസപ്പെടുന്ന കാര്യത്തോടു കൂടിയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഇന്ന് 14ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാനായിട്ട് ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. അതിന്റെ
ഒന്നും രണ്ടും വാക്യങ്ങളൊന്ന് വായിക്കാമോ? 14-ാം അധ്യായം ആ 1-2 കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസ് വാക്യല്ലേ വായിക്കാൻ പറഞ്ഞേ? 2 കഴിഞ്ഞാൽ നിർത്തണം, നോക്കണം എന്താണ് വായിക്കാൻ പറയുന്നത്. അത്രം വായിച്ചു കഴിയുമ്പോൾ നിർത്തണം. അതുകൊണ്ട് എന്താണ് ആദ്യം കേൾക്കുന്നത്? ആ കാലത്ത് ഇടപ്രഭുവായ ഹേരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട്. അതായത് നമുക്കറിയാം, ഹേരോദാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്. യേശുവിന്റെ കാലഘട്ടത്തിൽ, യേശു ജനിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഹേരോദാവ് ഉണ്ടായിരുന്നു. ആ ഹേരോദാവിനെ വിളിക്കുന്നത് ഹേരോദ് ദ ഗ്രേറ്റ് എന്നാണ്. അത് അദ്ദേഹം നല്ല കാര്യം ചെയ്തുകൊണ്ടൊന്നുമല്ല, തിന്മയുടെ ഒരു മൂർത്തിഭാവമായിരുന്നു അദ്ദേഹം. കാരണം യേശു ജനിക്കുന്ന സമയത്ത് യേശു രാജാവാണെന്ന് വിദ്വാൻമാരിലൂടെ തിരിച്ചറിയുന്ന ആ നിമിഷം അദ്ദേഹം ആ രാജാവിനെ കൊന്നുകളയാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതായത് തൻ്റെ രാജ്യം, തൻ്റെ സിംഹാസനം അതിന് അപകടം ആണ് എന്ന് മനസ്സിലാക്കി യേശുവിനെ വധിച്ചു കളയാൻ, അതായത് മശിഹ എന്ന രാജാവിനെ വധിച്ചു കളയാനായിട്ട് 2 വയസ്സും അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്രമേൽ കിരാതമായ പ്രവൃത്തി ചെയ്ത വ്യക്തിയായിരുന്നു ഹേരോദ് ദ ഗ്രേറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് ഇവിടെ പറയുന്നത് ഇടപ്രഭുവായ ഹേരോദാവ്. അതായത് ഹേരോദ് ദ ഗ്രേറ്റിന് 3 മക്കളാണുള്ളത്. ഒന്ന് ഈ ഇവിടെ പറയുന്ന ഇടപ്രഭുവായ ഹേരോദാവ്, അദ്ദേഹത്തിന്റെ പേര് അന്തിപ്പാസ് എന്നാണ്. അങ്ങനെ ബൈബിൾ കമന്ററിയിൽ അതങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്തിപ്പാസ് ആണ് ഈ ഇവിടെ പറയുന്ന ഹേരോദ്. അദ്ദേഹം ഗലീലി, പേരയ എന്നീ പ്രവശ്യകളുടെ ഗവർണറായിട്ട് അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഫിലിപ്പ്. അതായത് ഹേരോദാവിന്റെ 3 മക്കളിൽ 2 പേരാണ്, ഒന്ന് ഫിലിപ്പും ഒന്ന് അന്തിപ്പാസും. പിന്നെ 3-മതൊരു മകൻ ഉണ്ടായിരുന്നത് സ്വന്തം അപ്പൻ തന്നെ, ഹേരോദ് ദ ഗ്രേറ്റ് തന്നെ ആ മകനെ കൊന്നു, ഭാര്യയെ കൊന്നു. അതുപോലെ അങ്ങനെ ഒത്തിരി കൊലപാതകങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു ഹേരോദ് ദ ഗ്രേറ്റ്. യേശുവിന്റെ ജനന സമയത്തുണ്ടായിരുന്ന ഹേരോദാവ്. നമുക്കറിയാം എന്തിനാണ്, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഈ ചരിത്രം വായിച്ച് നോക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും, ഈ ഹേരോദ് ദ ഗ്രേറ്റ് ഒക്കെ വളരെ കുറഞ്ഞ കാലഘട്ടത്തിലെ ഭരണം നടത്തുന്നുള്ളൂ. അദ്ദേഹം റോമ ഗവൺമെന്റിന് പൈസ കൊടുത്തിട്ട് സ്വന്തമാക്കിയതാണ് ഈ ഒരു സ്ഥാനം. ആ സ്ഥാനം അദ്ദേഹത്തിന് പിന്നീട് നഷ്ടമാകുന്നു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു എന്നൊക്കെ വേദപണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തിന്മയ്ക്ക് കൂട്ട് പിടിക്കുമ്പോൾ, തിന്മ ചെയ്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ആ തിന്മ നമ്മുടെ നിലനിൽപ്പ് തീർച്ചയായിട്ടും തകർത്ത് കളയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹേരോദ് ദ ഗ്രേറ്റ് അദ്ദേഹം ചെയ്തതുപോലെയുള്ള തിന്മകൾ, ആ തിന്മകളിലൂടെ നിലനിൽക്കാമെന്നുള്ള വ്യാമോഹം അദ്ദേഹത്തെ നശിപ്പിച്ച് കളയുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ അതിനുശേഷം പറയുകയാണ്, അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നതെന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. അതായത് നമുക്കറിയാം, ഈ ഹേരോദ് ദ ഗ്രേറ്റിന്റെ മകനായ ഈ അന്തിപ്പാസ് അദ്ദേഹം യേശുവിനെ പറ്റി പറയുകയാണ്, ഇത് യോഹന്നാൻ സ്നാപകൻ, മരിച്ചുപോയ യോഹന്നാൻ വീണ്ടും പുനരുദ്ധാനം ചെയ്ത് വന്നിരിക്കുന്നുവെന്ന് പറയുക. അപ്പോ അപ്പൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഓർമ്മകൾ ഈ മകന്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുകയാണ്. അതായത് ഒരു കുറ്റബോധം, ഒരു പാപബോധം കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ ചെയ്തതുപോലെയുള്ള പ്രവർത്തികൾ, സുവിശേഷം പ്രഘോഷിച്ചു, തിന്മയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് യേശു നിലകൊണ്ടു. ഇത് കാണുമ്പോ ഈ ഹേരോദിന് മനസ്സിലാക്കുകയാണ്, അപ്പൻ ചെയ്ത തിന്മയ്ക്കെതിരെയാണ് അന്ന് യോഹന്നാൻ സംസാരിച്ചത്. എന്നാൽ ഇന്ന് യേശു യഹൂദ സമുദായം ചെയ്യുന്ന തിന്മകൾക്കെതിരെയാണ് ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും യോഹന്നാൻ സ്നാപകൻ വീണ്ടും എഴുന്നേറ്റ് വന്നതാണെന്ന് അദ്ദേഹം അനുമാനിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഒരു ഭാരമായിട്ട് എവിടെ കിടക്കുന്നുണ്ട്, അതാണ് ആ ഓർമ്മകൾ കിടക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മളൊക്കെ ചെയ്യുന്ന ഈ തിന്മകളെല്ലാം നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും ഒരു പാപബോധമായിട്ട് കിടക്കാൻ സാധ്യതയുണ്ടെന്നുകൂടെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 3-ാമത്തെ വാക്യം, ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു. അപ്പോ അപ്പൻ ചെയ്ത പ്രവൃത്തിയാണ് ഈ സ്വന്തം സഹോദരന്റെ ഭാര്യ ഹേരോദ്യയെ സ്വന്തമാക്കി തന്റെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സ്വന്തം സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഈ മനുഷ്യനെ എതിരായി സംസാരിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിന് പേടിയില്ലായിരുന്നു, കാരണം അത്രമേൽ ദൈവാത്മാവിൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. നീ ചെയ്തത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാനായിട്ട് ഒരു മടിയും ആര് കാണിച്ചില്ല. പേടിച്ചു നിന്നില്ല. അദ്ദേഹം ശക്തമായിട്ട് അതിനെ എതിർത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ ഒരു വചനം നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തരുന്നുണ്ട്. നീ നിന്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിന് പുറമെയുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, അതായത് തെറ്റായ ബന്ധങ്ങൾ അതുണ്ടോ, നമ്മൾ ഈ ഹേരോദാവിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന് ദൈവനീതി അതിനെ കുറ്റപ്പെടുത്തുമെന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താനായിട്ട് ശ്രമിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് നമുക്കറിയാലോ, യോഹന്നാൻ സ്നാപകന്റെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എഴുതി വെക്കുന്നു. ഹേരോദ്യായുടെ മകൾ ഹേരോദാവിന്റെ ജനന ആയിരിക്കുന്ന സമയത്ത് ഒരു നൃത്തം ചെയ്യുകയും ആ നൃത്തത്തിൽ പ്രീതിപ്പെട്ട് എന്ത് തന്നെ ചോദിച്ചാലും, രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും നിനക്ക് തരാമെന്ന് പറയുമ്പോ ഈ ചെറിയ പെൺകുട്ടി അവളുടെ പക്വതയിലേക്ക് വളരാത്ത ഒരു കാലഘട്ടമായ ഒരു സമയത്ത് അമ്മയോട് ഉപദേശം ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്താ പറയുന്നേ? അമ്മ പറയുകയാണ്, യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ ഹേരോദ്യയോട് എന്തുകൊണ്ടാണ് ഹേരോദ്യക്ക് ഇത്ര വിരോധം യോഹന്നാനോട് വന്നത്? അവളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട്. ശരിക്കും യോഹന്നാൻ സ്നാപകനെ ഇത് പറയിപ്പിച്ചതാരാ? ദൈവമാണ് പറയിപ്പിച്ചത്. കാരണം ഈ ദൈവത്തിന്റെ മക്കളാണ് ഈ ഹേരോദാവും ഹേരോദാവിന്റെ ഈ അവിഹിത ബന്ധത്തിലൂടെയുള്ള ഹേരോദ്യ എന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യ. അപ്പൊ ഈ അവിഹിത ബന്ധം സ്വർഗത്തിന് ഇഷ്ടമല്ല. ഇങ്ങനെ പോയാൽ ആത്മാക്കൾ നഷ്ടമാകും എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഏറിയാൽ 70, 80 ഉള്ള അല്ലെങ്കിൽ 100 വരെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിത്യതയുടെ നാളുകളിൽ ഈ തിന്മ നിന്നെ നിത്യ നരകത്തിലേക്ക് വലിച്ചഴയ്ക്കുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാനിലൂടെ എന്ത് ചെയ്യുന്നത്? ഹേരോദാവിനോടും ഹേരോദിയായോടും ഇത് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവർ ആ പാപത്തെ പറ്റി ചിന്തിക്കുകയോ അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ദാവീദിനോട് നാദാം പ്രവാചകൻ എന്ന് പറയുമ്പോ ദാവീദ് എന്താ ചെയ്യുന്നേ? ദാവീദ് രാജാവായിരുന്നു. ദാവീദ് അദ്ദേഹം അനുദപിച്ചു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അനുദപിക്കുകയല്ല, അഹങ്കരിച്ചു. എന്നിട്ട് ഈ സത്യം പറഞ്ഞവനെ, ഇവരുടെ കുറ്റം വെളിപ്പെടുത്തിയവനെ കൊന്നുകളയാനായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അവസാനം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ കൊന്നുകളയുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് അസ്വസ്ഥത തീർന്നോ? ഒരിക്കലും പ്രിയപ്പെട്ടവരെ, പാപം മൂടി വെച്ച് ആ പാപത്തെ വെളിപ്പെടുത്തുന്നവനെ ഇല്ലാതാക്കിയത് കൊണ്ടൊന്നും അസ്വസ്ഥത തീരില്ല. യഹൂദന്മാര് യേശു വന്ന് അവരുടെ എല്ലാ പൊള്ളത്തരങ്ങളും എല്ലാ കൊള്ളരുതായ്മകളും വിളിച്ചു പറഞ്ഞു. യേശുവിനെ അവര് ഇല്ലാതാക്കി. അസ്വസ്ഥത തീർന്നോ? അസ്വസ്ഥത തീർന്നില്ല. ജീവിതത്തിൽ അവർക്ക് പിന്നീട് അങ്ങോട്ട് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെയൊക്കെ മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്.
അനുദപിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരാശയം കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ാമത്തെ വാക്യം. അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണം എന്ന് പറഞ്ഞു. രാജാവ് അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അപ്പനോ ഒരു അമ്മയ്ക്കോ തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എത്രമേൽ അവരെ നന്മയിലേക്ക് വളർത്താനും തിന്മയിലേക്ക് കൂപ്പുകുത്തിക്കാനും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വചനഭാഗം കൂടെയാണ് ഇത്. അതായത് അമ്മ മകളോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തെല്ലാം നല്ലത് സ്വന്തമാക്കാമായിരുന്നു. ആണെങ്കിൽ രാജ്യത്തിന്റെ പകുതി ആ മകൾക്ക് വാങ്ങിക്കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ആ രാജാവിൽ നിന്ന് വേറെ എന്തൊക്കെയോ നല്ല സമ്മാനങ്ങൾ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാമായിരുന്നു. പക്ഷെ അമ്മയുടെ തെറ്റായ നിലപാട് ഈ മകളുടെ ജീവിതത്തെയും അടിമുടി നാശത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, അവരെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ നിർദ്ദേശങ്ങൾ ഇത് നമ്മുടെ മക്കളെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഈ ഹേരോദ്യയുടെ മകൾക്ക് സംഭവിക്കുന്ന അതേ ദാരുണമായ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോതമംഗലം ഭാഗത്ത് ഒരു ലവ് ജിഹാദ് നടന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ പറ്റിയുള്ള വാർത്തകൾ കണ്ടു കാണും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ച് വിശുദ്ധ മാമോദീസ കൂദാശ സ്വീകരിച്ച് വളർന്നു വന്ന ഒരു കുട്ടി ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിക്കുമ്പോ അവന്റെ കൂടെ ഇറങ്ങിപ്പോകാനും അവന്റെ വിശ്വാസം സ്വീകരിക്കാനൊക്കെ പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാന കാരണം ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ കൊടുക്കേണ്ട ദൈവിക സ്നേഹത്തിന്റെ, ദൈവിക കരുതലിന്റെ, ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ വലിപ്പം ആര് പറഞ്ഞു കൊടുത്തില്ല? അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തില്ല. അവര് ലോകത്തെ കൊടുത്തു. അതായത് ഇഷ്ടംപോലെ വസ്ത്രങ്ങളും ഭക്ഷണവും കൊടുത്തു. അതുപോലെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, ഭൗതികമായ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പക്ഷെ യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ആ അപ്പനും അമ്മയ്ക്കും സാധിച്ചില്ല. എന്താ സംഭവിച്ചേ? ആ മകള് സൂയിസൈഡ് ചെയ്തു എന്ന് നമ്മൾ ന്യൂസിൽ വായിച്ച് അല്ലെങ്കിൽ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടവരാണ് നമ്മൾ. ഈ നമ്മൾക്ക് ദൈവം സമ്മാനമായിട്ടാണ് മക്കളെ തരുന്നത്. അപ്പൊ ഈ സമ്മാനം തരുന്നത് ഇത് തിരിച്ച് ദൈവത്തിന് തിരിച്ച് ഏൽപ്പിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. ഉദരഫലം പ്രതിഫലമാണ്. അതായത് പ്രതിഫലം ദൈവത്തിന് തിരിച്ചേൽപ്പിക്കേണ്ട ഒരു കാലഘട്ടം വരും. അന്ന് ദൈവം ചോദിക്കും, ഞാൻ നിന്നെ ഏൽപ്പിച്ച, എനിക്ക് വേണ്ടി വളർത്താൻ ഏൽപ്പിച്ച എന്റെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്താ അവരെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന് കരയണം. അതായത് നമുക്കറിയാം, അഗസ്ത്യന്റെ അമ്മ മോനിക്ക ഇരുന്ന് കരഞ്ഞതുപോലെ എത്ര വർഷം കരഞ്ഞു എന്നറിയാമോ? ഏതാണ്ട് 19 വർഷം കരഞ്ഞു. കരഞ്ഞതിന് ശേഷമാണ് ഏറ്റവും അശുദ്ധിയിൽ ജീവിച്ച അഗസ്ത്യൻ പിന്നീട് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. അതിനെ ഓർത്ത് ദൈവത്തോട് കരയുക, നമ്മുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറയുക. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ ഓർത്ത് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മക്കളെ രക്ഷയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. പിന്നീട് 13 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 13 മുതൽ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം മതി. 13-ാമത്തെ വാക്യം. അപ്പോ യോഹന്നാൻ സ്നാപകൻ മരിക്കുന്ന ആ സമയത്ത് യേശു എവിടെ ഉണ്ടായിരുന്നു? യേശു ഗലീലായിൽ ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ ഗലീലായിലെ തന്നെ ഒരു ഭരണകർത്താവായിരുന്നു ഹെരോദാവ്. അപ്പൊ യേശു ഏതാണ്ട് അടുത്ത് തന്നെ, ഏതാണ്ട് ഒരു 2-3 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ തന്നെ ആരുണ്ട്?
യേശുവുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സ്നാപകന്റെ മരണത്തെ യേശു തടയാതിരുന്നത്? എന്തുകൊണ്ടാ തടയാതിരുന്നത്? യോഹന്നാൻ സ്നാപകന്റെ പ്രവൃത്തി ഇവിടെ അവസാനിക്കുകയാണെന്ന് അതുകൊണ്ടൊന്നുമല്ല വച്ചപ്പേ. അതായത് യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തിന്റെ പ്രതിനിധിയാണ്, അവസാന കണ്ണിയാണ്. പക്ഷെ യോഹന്നാൻ തടവിലായിട്ട് യേശു പോയി കാണുന്നില്ല, അവനെ ആശ്വസിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ അതുകൊണ്ടാണ് യോഹന്നാന് കുറച്ചൊരു അവിശ്വാസമൊക്കെ ഉണ്ടാവുന്നത്. ശിഷ്യന്മാരെ വിട്ടിട്ട് ചോദിപ്പിച്ചല്ലോ, നീ വരുവാനുള്ളവനാണോ എന്ന്. അത് യോഹന്നാനാണ് വിട്ട് ചോദിപ്പിക്കുന്നത്. അത് സംശയം ഉണ്ടായിട്ട്, ക്രിസ്തുവിൽ സംശയം ഉണ്ടായിട്ടല്ലേ ചോദിച്ചത്? സംശയം ഉണ്ടാകുന്നതിന്റെ കാരണം യേശു ഈ സമയത്ത് ഒന്ന് വന്ന് കാണുകയോ ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് ഒരു പരിശ്രമം യേശു നടത്തുന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. പക്ഷെ യേശു അവിടെ പോയി ഇടപെടുന്നുണ്ടോ? ഇടപെടുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? 1 പത്രോസ് എടുക്കാമോ? 1 പത്രോസ് 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്. 1 പത്രോസ് 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ഒരുത്തൻ മൂന്നാം അധ്യായമാണ്. 3-ാം അധ്യായം 17 മുതൽ എഴുതി വെച്ചത്. നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. വായിച്ചോ. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ ഈ കഷ്ടം സഹിക്കണമെന്നുള്ളത് ആരുടെ ഇഷ്ടമായിരുന്നു? ദൈവഹിതമാണ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ പലപ്പോഴും നമുക്ക് കഷ്ടപ്പാട് വരുമ്പോ അല്ലെങ്കിൽ വേദന വരുമ്പോ നമ്മൾ എന്താ സാധാരണഗതി ചിന്തിക്കാറ്? അയ്യോ, ദൈവം കൈവിട്ടല്ലോ, ദൈവം ഉപേക്ഷിച്ചല്ലോ എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഉണ്ടാകും. ആ മാനുഷിക ചിന്താഗതി തീർച്ചയായിട്ടും യോഹന്നാൻ സ്നാപകന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അവസാന സമയത്ത് യേശുവിൽ ഒരു ഇടർച്ചയൊക്കെ അദ്ദേഹത്തിന് വരുന്നത്. കാരണം യേശുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും സ്വർഗത്തിലെ പിതാവ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതും കേട്ട വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ. പക്ഷേ അവസാന സമയത്ത് യോഹന്നാൻ ഒരു അല്പം ഒരു ഇടർച്ച യേശുവിൽ ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നീട് 4-ാം അധ്യായം 12 മുതൽ വായിച്ചേ. 3-ാം അധ്യായമല്ല വായിച്ചു, 4-ാം അധ്യായം 12 മുതൽ. 1 പത്രോസ് 4-12 മുതൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഇതിനൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു എന്ന് ഓർത്ത് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുകയാണ്. അതിന്റെ എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അതായത് ഇപ്പൊ കണ്ണുനീരായിരിക്കും, ഇപ്പൊ വേദനയായിരിക്കും, ഇപ്പൊ തല അറുത്ത് കളയുകയാണ്. പക്ഷേ യേശുവിന്റെ 2ാമത്തെ വരവിന്റെ നാളിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ട് ഇടവരും.
നാളത്തെ ഏവെങ്കിലും ഭാഗത്ത് യേശുവിന്റെ അടുക്കൽ യാക്കോബും യോഹന്നാനും വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നിന്റെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള വരം തരണമേ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശുവിനെ നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല. യേശുവിനോട് പറയുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന കാസായിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതായത് മഹത്വം വേണമോ? എന്ത് വേണം? സഹനം വേണം. ജീവിതത്തിൽ മഹത്വപ്പെടണമോ? അത് സഹനത്തിലൂടെ മാത്രമേ മഹത്വത്തിലേക്കുള്ള ഉയർച്ച ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ അത് നന്നായിട്ട് സ്വീകരിച്ച് നന്ദി പറഞ്ഞത് അനുഭവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ ഞെരുക്കമായിരിക്കും, പക്ഷെ വരാൻ പോകുന്ന ലോകത്തിൽ മഹത്വത്തിന്റെ ഉടമകളായി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട് മാറ്റപ്പെടുമെന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അതായത് യേശു ഈ സമയത്തൊന്നും ഇടപെടുന്നില്ല എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. പിന്നീട് യേശു തമ്പുരാൻ മറ്റൊരു വിജന സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്കറിയാം പുരുഷാരം അത് കേട്ട്, അതാണ് അടുത്ത വാക്യം, വിശുദ്ധ മത്തായി 14:13 അതിന്റെ അവസാന ഭാഗം. പുരുഷാരം അത് കേട്ട് പട്ടണത്തിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. പലയിടത്തും ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, തന്റെ അടുക്കൽ വരുന്ന ആളുകളെ കാണുമ്പോ യേശുവിന് എന്താ തോന്നുന്നേ? മനസ്സലിവ് ഇല്ലേ? അപ്പോ പള്ളിയിൽ വരുന്ന ഒരു വിശ്വാസിയോട് ദൈവത്തിന് എന്തുണ്ട്? മനസ്സലിവുണ്ട്. ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ കരുണയുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവരോട് ദൈവത്തിന് എന്തുണ്ട്? കരുണയുണ്ട്. അന്വേഷിക്കാത്തവരോടും ഉണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ അന്വേഷിക്കുന്നവരോട് കൂടുതലായിട്ടുണ്ട്. നമുക്കറിയാം യേശു ഈ സുവിശേഷവുമായി ഈ ഇസ്രായേലിൽ പലയിടങ്ങളിലൂടെ സഞ്ചരിച്ചു പോയി. പക്ഷെ യേശു ഏതെങ്കിലും തന്നെ അന്വേഷിക്കാത്ത വീട്ടിലേക്ക് കയറി ചെന്നിട്ട് സൗഖ്യം കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. എന്നാൽ അന്വേഷിച്ച് വന്ന എല്ലാവരെയും കർത്താവ് അവരുടെ വിശ്വാസം പരിശോധിച്ച് സുഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ അന്വേഷിച്ച് നീ പള്ളിയിൽ നേരത്തെ വന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നവനാണെങ്കിൽ നിന്നോടും നിന്റെ കുടുംബത്തോടും യേശുവിന് എന്തുണ്ട്? അനുകമ്പയുണ്ട്, മനസ്സലിവ് തോന്നുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കർത്താവ് ഈ വചനം നമുക്ക് എഴുതി വെച്ച് തന്നിരിക്കുകയാണ്. വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. പിന്നീട് യേശുവിന്റെ കൂടെ അവരിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുക, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്നത് 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇവര് വൈകുന്നേരമാകുമ്പോൾ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുക, കർത്താവേ, ഇവര് രാവിലെ മുതൽ ഇവിടെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഇവർക്ക് വിശക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഇവരെ അടുത്ത പട്ടണങ്ങളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ പറഞ്ഞയക്കണം, ഇവർക്ക് ഭക്ഷിക്കാനായിട്ടൊന്നുമില്ല. യേശു അവരോട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ആകെ 5 അപ്പവും 2 മീനും ഉള്ളൂ, ഇതൊന്നും എങ്ങനെയാ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ യേശുവിനോട് പറയുമ്പോൾ അത് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയുന്നു. യേശു ആ അപ്പം എടുത്ത് വാഴ്ത്തി, അതുപോലെ തന്നെ മീനും എടുത്ത് വാഴ്ത്തി അത് നുറുക്കി കൊടുക്കുകയാണ്. 5000-ഓളം പുരുഷന്മാരും അവരുടെ കൂടെ വന്ന ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ ഭക്ഷിച്ച് അതിന് ശേഷം എത്ര കൊട്ട നിറച്ചെടുക്കുകയാണ്? 12. അപ്പൊ അത് ഇതിനെപ്പറ്റി കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അത്ഭുതമാണ്. ഇതുവരെ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗവും ഇത് വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതായത് യേശു 5 അപ്പം എടുത്ത് ഏതാണ്ട് നമ്മൾ വെറുതെ 5000 പുരുഷന്മാരും അവരുടെ ഭാര്യമാരും, ഇനി ഓരോ കുട്ടികളെ കൂട്ടിയാൽ തന്നെ എത്രയായി? 5000 പുരുഷന്മാരും അവരുടെ ഭാര്യമാരും 5000 പ്ലസ് ഓരോ കുട്ടികളെ കൂട്ടിയാൽ 5000. അപ്പൊ എത്രയായി? 15000 പേര് എങ്കിലും അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അനുമാനിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 5 അപ്പം ഈ 15000 പേർക്ക് കർത്താവ് കൊടുക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്.
യേശുവിന് അപ്പം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാനായിട്ട് കഴിവുണ്ട്. എന്താണ്? യേശുവിന് അപ്പം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാനായിട്ട് കഴിവുണ്ടെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. ഇനി അടുത്ത കാര്യം 22 മുതൽ യേശു തമ്പുരാൻ ഈ ജനത്തെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. 22-ാമത്തെ വാക്യം വായിക്കാമോ? 22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ടു. പ്രാർത്ഥിച്ചു. അതായത് യേശു ഈ പുരുഷാരത്തെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ്, നിങ്ങൾ പോ, ഞാൻ പിന്നാലെ വരാം. എന്നിട്ട് യേശു എന്ത് ചെയ്യുന്നേ? യേശു ഒരു മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് യേശു എന്ത് ചെയ്യുന്നേ? ഈ എബ്രായ ലേഖനം വായിച്ചാൽ യേശുവിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? അവിടെ എബ്രായ ലേഖനകർത്താവിനോട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. എബ്രായർ 5-ാം അധ്യായം എടുക്കാമോ? എബ്രായർ 5-ാം അധ്യായം എടുത്തേ, അതിന്റെ 7-ാമത്തെ വാക്യം. എബ്രായർ 5-ാം അധ്യായം 7 മുതലുള്ള വാക്യം വായിച്ചേ. 7-8. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മതി. അതായത് അപ്പോ ഈ മലമുകളിലൊക്കെ പോയിരുന്ന യേശു എന്താ ചെയ്തുകൊണ്ടിരുന്നത്? രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു എന്നും, അതുപോലെ വിജന സ്ഥലത്ത് പോയിരുന്ന യേശു പ്രാർത്ഥിച്ചു എന്നും, മലമുകളിൽ പോയിരുന്ന പ്രാർത്ഥിച്ചു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുവിശേഷത്തിൽ. പക്ഷെ അവിടെ യേശു എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നാണ് എഴുതി വെക്കുന്നത്. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും, അതായത് വലിയ വായിൽ കരഞ്ഞ് ആണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ കൂടെ കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും പറയുകയാണ്, ഭയഭക്തി നിമിത്തം. അപ്പൊ വലിയ ഭയത്തോടും ഭക്തിയോടും. കാരണം യേശു പൂർണ്ണ ദൈവം എന്നതുപോലെ തന്നെ യേശു ആരാണ്? പൂർണ്ണ മനുഷ്യന്റെ എല്ലാ വൈകാരിക അനുഭവങ്ങളും ഉള്ള ഒരു പൂർണ്ണ മനുഷ്യൻ കൂടെയാണ്. അതുകൊണ്ട് യേശു കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് യേശു അവിടെ ആ മലമുകളിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് 8-9 വാക്യം ഇങ്ങനെയാണ്: പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടപ്പാടുകളും സഹനങ്ങളും ഒക്കെ വന്നപ്പോ യേശുവിന് ഇതിനെ സഹിക്കാനുള്ള കഴിവ് എവിടുന്ന കിട്ടിയത്? ഈ മലമുകളിലൊക്കെ പോയിരുന്ന് പിതാവിന്റെ അടുത്ത് കണ്ണുനീരോടുകൂടി ഇരുന്ന് പ്രാർത്ഥന നടത്തിയതിന്റെ ഫലമാണ് ഇതിനെല്ലാം യേശുവിലെ പൂർണ്ണ മനുഷ്യൻ ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി കിട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു നന്നായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം യേശു തമ്പുരാൻ എന്താ പിന്നെ ചെയ്യുന്നതെന്ന് അറിയാമോ? യേശു തമ്പുരാൻ പിന്നീട് ശിഷ്യന്മാര് പടകിലൂടെ അവര് യാത്ര തിരിച്ചു. രാത്രിയുടെ യാമത്തിൽ ശിഷ്യന്മാര് 4-ാം യാമത്തിൽ എന്ന് എഴുതി വെച്ചിരിക്കുക. ശിഷ്യന്മാര് വല്ലാതെ പ്രയാസപ്പെടുകയാണ് കടലിൽ. കാരണം വലിയ കാറ്റും വലിയ തിരമാലകളും വന്ന് വഞ്ചി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അത് മറിഞ്ഞ സാഹചര്യം, അവർക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ യേശു എന്ത് ചെയ്യുന്നേ? യേശു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് വരികയാണ്. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ യേശു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു ഇല്ലേ? അത് കണ്ടപ്പോ ആദ്യം എന്താ ഇവര് വിചാരിച്ചേ? ഭൂതമാണെന്ന് വിചാരിച്ചു ഇല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യേശു അറിയാതെയാണോ ഈ കടലിൽ കാറ്റും ഓളങ്ങളും ഉണ്ടായത്? ആണോ? അല്ല, യേശു അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ചില സഹനങ്ങളും ചില വേദനകളും ഒക്കെ വരുമ്പോ യേശു അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. ഇത് സാത്താനിൽ നിന്നാണെന്ന് വിചാരിക്കരുത്. ഇതാരിൽ നിന്നാണ്? നമ്മുടെ വിശ്വാസം പരിശോധിക്കാനും നമ്മളെ കൂടുതൽ ബലപ്പെടുത്താനും വേണ്ടി കർത്താവ് തന്നെ അനുവദിക്കുന്നതാണ് ഈ പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളിലൂടെയാണ് ആത്മീയ മനുഷ്യൻ വളരുന്നത്. അതുകൊണ്ടാണ് ആത്മീയ മനുഷ്യരുടെ ജീവിതത്തിൽ നിരന്തരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു.
അപ്പോ പൂർവ്വപിതാവായ യാക്കോബിന്റെ ജീവിതത്തിൽ എന്നും പ്രതിസന്ധിയായിരുന്നു. കാരണം അദ്ദേഹത്തെ പറ്റി വലിയൊരു ദൈവനിയോഗം ഉള്ളത് കൊണ്ടാണ് ഈ പ്രതിസന്ധികൾ ദൈവം അനുവദിച്ച് അദ്ദേഹത്തെ വളർത്തിയത്, വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രതിസന്ധി പ്രയാസം വരുമ്പോ ഇത് സാത്താൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ഭാരപ്പെടരുത്. കർത്താവ് ചാരയുണ്ട്. അവനെ കാണുമ്പോ സാത്താനാണെന്ന് പറയാതിരുന്നാ മതി, ഭൂതമാണെന്ന് പറയാതിരുന്നാ മതി. അപ്പോ ഇത് യേശു പറഞ്ഞിട്ടാണ് അല്ലെ, യേശു വരുന്നു. അപ്പോ പടകിലുള്ള പത്രോസ് ശ്ലീഹ ചോദിച്ചു, കർത്താവേ നീ വെള്ളത്തിന്റെ മീതെ നടക്കുകയല്ലേ, ഞാനും ഒന്ന് നടന്നോട്ടെ. അപ്പൊ യേശു പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നടന്നു. പക്ഷെ കാറ്റ് പ്രതികൂലമായത് കണ്ടു അദ്ദേഹം ഭാരപ്പെട്ട് പെട്ടെന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് യേശുവിൽ നിന്ന് നോട്ടം കാറ്റിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ വലിയ തിരമാലകളിലേക്ക് മാറുമ്പോൾ അദ്ദേഹം വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. യേശു പിടിച്ച് കയറ്റുന്നു. പ്രിയപ്പെട്ടവരെ, യേശു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിന്റെ ശരീരത്തിന് എന്തോ ഒരു രൂപമാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നാൽ തീർച്ചയായിട്ടും മുങ്ങിപ്പോകും ഇല്ലേ? ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ടാൽ അത് മുങ്ങിപ്പോവില്ലേ? വീണു പോകും. എന്നാൽ ആ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൂട്ടിവെച്ച് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തിന്റെ മുകളിലൂടെ വിട്ടാലോ മുങ്ങിപ്പോവില്ല അല്ലേ? അപ്പോ ഇരുമ്പിന് രൂപമാറ്റം വന്നു കഴിഞ്ഞാൽ ഇരുമ്പ് വെള്ളത്തിൽ മുങ്ങാത്തതുപോലെ യേശുവിന്റെ ശരീരത്തിന് രൂപമാറ്റം വരുത്താൻ ആർക്ക് കഴിവുണ്ട്? യേശുവിന് കഴിവുണ്ട്. അതായത് ഒരു ഗോതമ്പപ്പമാക്കാനായിട്ട് യേശുവിന്റെ ശരീരത്തിന് യേശുവിന് കഴിവുണ്ടോ? ഇല്ലേ? കഴിവുണ്ട്. അതുകൊണ്ടാണ് അന്ത്യ അത്താഴ സമയത്ത് ഒരു അപ്പം എടുത്ത് ഉയർത്തി സ്വർഗസ്ഥനായ പിതാവിനെ നോക്കി വാഴ്ത്തി നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇന്നും ഒരു ദൈവം തരുന്നുണ്ടോ? ഉണ്ട്. അതായത് യേശുവിനെ എത്ര വേണേലും അപ്പം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് നേരത്തെ അനുഭവത്തിൽ നമ്മൾ കണ്ടു, അത്ഭുതത്തിലൂടെ കണ്ടു. അത് മാത്രമല്ല, യേശുവിനെ തന്റെ ശരീരത്തെ അപ്പമാക്കാനോ കല്ലാക്കാനോ മണലാക്കാനോ എന്തും ആക്കാനായിട്ടും യേശുവിന് എന്തുണ്ട്? കഴിവുണ്ട്. അതുകൊണ്ടാണ് യേശു തന്റെ ഒരു അപ്പം എടുത്ത് കുറിച്ചിട്ട് ഇത് എന്റെ ശരീരമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇന്നും അത് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. ഈ ഉപമയിലൂടെ കർത്താവ് വിശുദ്ധ കുർബാനയെ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. താൻ സ്ഥാപിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി കർത്താവ് കാണിച്ച അത്ഭുതങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസ് ശ്ലീഹായുടെ പത്രോസ് ശ്ലീഹായെ ഉയർത്തി അവിടുന്ന് രക്ഷിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ ഒരു കാര്യമുണ്ട്. അതായത് പത്രോസ് ശ്ലീഹ ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് വെള്ളത്തിന്റെ മുകളിലൂടെ ഒരു 2-3 സ്റ്റെപ്പൊക്കെ വെക്കാൻ പറ്റി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? യേശുവിൽ നിന്ന് എപ്പോ നോട്ടം മാറിയോ അപ്പൊ അദ്ദേഹം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അപ്പൊ യേശു എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? അല്പവിശ്വാസി. ഇല്ലേ? നമ്മൾ ഈ ഏത് ഗണത്തില? നമ്മൾ നല്ല വിശ്വാസിയാണോ അല്പവിശ്വാസിയാണോ? ഏത് ഗണത്തില? അപ്പൊ നമ്മുടെ പല വീഴ്ചകളുടെയും കാരണം നല്ല വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല ഉറച്ച വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പല വീഴ്ചകളും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നതിന്റെ കാരണം. അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം യേശു തമ്പുരാൻ പിന്നീട് ഗന്നേസരേത്ത് എന്ന് പറയുന്ന ദേശത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? 35 മുതലുള്ള വാക്യം വായിക്കാമോ? അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചു. ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗന്നേസരത്ത് ദേശത്തേക്ക് യേശു ചെല്ലുമ്പോ യേശുവിന്റെ അടുക്കിലേക്ക് അനേകര് വരുന്നുണ്ട്. അത് മാത്രമല്ല, യേശു വരുന്നു എന്നറിയുമ്പോ യേശുവിൽ വിശ്വാസമുള്ള അനേകര് ചുറ്റുമുള്ള നാടുകളിൽ നിന്ന് കുറെ അധികം രോഗികളെ, 10,000-കണക്കിന് രോഗികളെ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവെ സുഖപ്പെടുത്തി തരുമെന്നാണോ ചോദിക്കുന്നത്? ആണോ? അല്ല. എന്താ ചോദിക്കുന്നത്? കർത്താവെ നിന്റെ വസ്ത്രത്തിന്റെ അഗ്രം ഒന്ന് തൊടിയിപ്പിച്ചോട്ടെ.
ഒരു രോഗിയെ കൊണ്ടുവന്നിട്ട് എന്താ ചോദിക്കുന്നേ? വസ്ത്രത്തിന്റെ അഗ്രം നിന്റെ ഉടുപ്പിന്റെ ഒരു അഗ്രം വെറുതെ ഒന്ന് തൊടിപ്പിച്ചോട്ടെ. ഇതിന് പറയുന്ന പേരാണ് എന്ത്? വിശ്വാസം. വിശ്വാസം. എബ്രായർ 11:6 വായിച്ചേ. എബ്രായർ 11:6. എബ്രായർ 11:6. കിട്ടിയില്ലേ? കിട്ടി. 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ ഗന്നേസരത്ത് ദേശനിവാസികൾക്ക് എന്തുണ്ടായിരുന്നു? ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന പ്രിയപ്പെട്ട ക്രിസ്ത്യാനി, നീ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നീ വിശ്വസിക്കണം, നിന്റെ ദൈവം ഇറങ്ങി വരുന്ന ഇടമാണ് ദേവാലയം. അവൻ ഇറങ്ങി വരുന്നിടത്ത് സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, വിടുതലുണ്ടെന്ന് നീ വിശ്വസിക്കണം. അത് മാത്രമല്ല, ആ വിശുദ്ധ കുർബാന യേശുവിന്റെ തിരുശരീര രക്തമാണെന്ന് കണ്ട് അതില് നല്ല ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടെ അത് സ്വീകരിക്കണം. അപ്പോഴാ എന്ത് സംഭവിക്കും? അപ്പോഴാണ് ഇവിടെ പറയുന്നത്, തൊട്ടവർക്കൊക്കെയും എന്ത് വന്നു? സൗഖ്യം കിട്ടി. തൊട്ടവർക്കൊക്കെയും. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ തൊടുന്നതും വെറുതെ തൊടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടാൽ അവിടെ സൗഖ്യമുണ്ട്, അവിടെ വിടുതലുണ്ട്. എന്നാൽ അവിശ്വാസത്തോടെ യേശുവിനെ എത്ര തൊട്ട് ഉരുമ്മിപ്പോയാലും വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. രക്തസ്രാവക്കാരുടെ ജീവിതം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒത്തിരി ഉൾക്കാഴ്ചകൾ ദൈവം നമുക്ക് ഈ അധ്യായത്തിലൂടെ തന്നു. ദൈവത്തോട് നന്ദി അർപ്പിക്കുകയാണ്. തുടർന്നും ഇതൊക്കെ വല്ലപ്പോഴും വായിച്ച് ധ്യാനിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഒരു സങ്കീർത്തനം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. 45-ാം സങ്കീർത്തനം. 45-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം എന്ന് പറഞ്ഞ് അതിന്റെ താഴെ ഒരു പ്രേമഗീതം കൂടെ എന്നൊരു ഹെഡിങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 45-ാം സങ്കീർത്തനത്തെ പറ്റി വേദപണ്ഡിതന്മാര് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് തികച്ചും വളരെ വ്യത്യസ്തമായ ഒരു സങ്കീർത്തനമാണ്. മറ്റുള്ള സങ്കീർത്തനങ്ങളുടെ ഉള്ളടക്കവും ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കവും തമ്മിൽ അഭേദ്യമായ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, മറ്റതിലെല്ലാം അവരുടെ അഭയയാചനകളും ദൈവത്തോടുള്ള സ്തുതിയും നന്ദിയും കൃതജ്ഞതയും ഒക്കെ ആണെങ്കിൽ, ഇവിടെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഒരു രാജാവിനെ പുകഴ്ത്തി പറയുന്ന, രാജ്ഞിയെ പുകഴ്ത്തി പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വേദപഠിതാക്കള് എഴുതി വെക്കുന്നത് ഏതോ ഒരു ഇസ്രായേൽ രാജാവിന്റെ വിവാഹത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ കുറെ പേര് അഭിപ്രായപ്പെടുന്നത്, ശലോമോൻ രാജാവ് ഫറവോയുടെ പുത്രിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് കൊട്ടാരത്തിലെ കവി അദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണെന്ന്, ആസ്ഥാന കവി എഴുതി കൊടുത്തതാണെന്ന് പറയുന്ന വേദപണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ ഇതിനൊന്നും വ്യക്തതയൊന്നുമില്ല. എന്തായാലും ഇതൊരു രാജാവിനെയും രാജ്ഞിയെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സങ്കീർത്തനമാണ്. അതിലെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിച്ചേ. 1ഉം 2ഉം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. അതായത് ഇദ്ദേഹം ആദ്യത്തെ ആമുഖ വാക്കുകളാണ് കേൾക്കുന്നത്. എന്റെ ഹൃദയം, അതായത് ഈ സങ്കീർത്തനം എഴുതിയ ആള് പറയാണ്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോൽ ആകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സങ്കീർത്തനം ആരംഭിക്കുകയാണ്. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, അതായത് രാജാവിനെ നോക്കി പറയുകയാണ്, ലാവണ്യം നിന്റെ അധരങ്ങൾ മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം
ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ സങ്കീർത്തനം ആരെ കുറിക്കുന്നതെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിനെ, മശിഹായെ കുറിക്കുന്നതാണ്. യഹൂദന്മാരും അത് വിശ്വസിച്ചിട്ടുണ്ട്, ക്രൈസ്തവ പിതാക്കന്മാരും ഇത് മശിഹായെ കുറിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ നിയമ പ്രവാചകന്മാരിൽ ഈ ഭാഗത്ത് നിന്ന് കോട്ടിങ് ചെയ്ത് യേശുവിനെ പറ്റി അവർ പറയുന്നുണ്ട്, ഇത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് യേശുവിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ഈ സങ്കീർത്തനം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങൾമേൽ പകർന്നിരിക്കുന്നു. അതായത് ലാവണ്യം, യേശുവിന്റെ മധുരമൊഴികൾ, വചനത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് രാജാവിന്, ഇപ്പൊ ഈ ഭൗതികമായിട്ട് നോക്കിയാൽ ഏതോ ഒരു ഇസ്രായേൽ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ ഇത് പ്രവചനത്തിന്റെ ആത്മാവ് കിടക്കുന്നതുകൊണ്ട് ഈ പ്രവചന ആത്മാവ് യേശുവിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് യേശുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക. ആ വാൾ എന്താണ്? ആ വാളാണ് വചനം. പിന്നെ നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. അപ്പൊ യേശുവിന്റെ തേജസ്സും യേശുവിന്റെ മഹിമയും വചനം. അതുകൊണ്ട് യേശു വചനമാം ദൈവം എന്ന് പറയുന്നത്. പിന്നീട് സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന്, അതായത് യേശു തന്നെ പറയുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇല്ലേ? അപ്പൊ പിന്നെ യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഇല്ല, ഇതെല്ലാം വേണ്ട. യേശു സത്യം, സൗമ്യത, നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. യേശു സത്യവും നീതിയും സൗമ്യതയും ഒക്കെ കാണിച്ചു തരാനായിട്ട് വരുന്നവനാണെന്ന് നേരത്തെ വെളിപ്പെടുത്തുകയാണ്. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. കർത്താവിന്റെ വചനം ഇരുവായി തലയുള്ള വാളാണെന്ന്. പിന്നീട് പറയുന്നത് ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. അതായത് ഈ വചനം കേട്ട് കഴിയുമ്പോൾ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ജീവിതം സമർപ്പിക്കുന്നതിനെ പറ്റിയാണ്. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. പിന്നീട് പറയുന്നത് എന്താണ്? അവ തറയ്ക്കുന്നു. അതായത് രാജാവിന്റെ ശത്രു ആരാണ്? മശിഹായുടെ ശത്രു ആരാണ്? സാത്താന്റെ നെഞ്ചത്ത് എന്ത് തറയ്ക്കുന്നു? ഈ വചനം തറയ്ക്കുന്നു. അതാണ് വചനം ചെല്ലുന്നിടത്ത് സാത്താന് നിലനിൽപ്പുണ്ടോ? അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കാൻ വരുമ്പോ യേശു എന്തുപയോഗിക്കുന്ന എതിരെ, സാത്താനെതിരെ വചനമാണ് ഉപയോഗിച്ചത്. ഇല്ലേ? അവന്റെ സംഘത്ത് വചനം കൊണ്ട് വെട്ടിയിട്ടാണ് അവനെ പരാജയപ്പെടുത്തിയത്. പിന്നീട് 6-ാമത്തെ വാക്യം, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്തിന്റെ നീതിയുള്ള സിംഹോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദുഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഒരു പ്രവചന ഗ്രന്ഥങ്ങളിൽ, അതായത് സുവിശേഷങ്ങളിൽ ഇതെല്ലാം എടുത്തിട്ട് ഇത് യേശുവിനെ പറ്റിയാണ് പറയുന്നതെന്ന് വിശുദ്ധ മത്തായിയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ ഈ ദന്തമന്ദിരം? വീണയും പാട്ടുകളോ? ദൈവത്തിന്റെ സിംഹാസനം. ദന്തമന്ദിരത്തിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നമ്മുടെ അധരങ്ങളിൽ നിന്നുള്ള സ്തുതികൾ, ആരാധനകൾ, കൃതജ്ഞത ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ പ്രീതിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പിന്നീട് അടുത്ത വാക്യം മുതൽ നിന്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞിരിക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. ഇതാരെ പറ്റിയാണ് പറയുന്നത്? സഭയെ പറ്റി. അത് മാത്രമാണോ? ഒരു കുക്കിലിയോൻ ഉണ്ടല്ലേ, ആ കുക്കിലിയോനിൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന് പറഞ്ഞിരിക്കുന്ന. അപ്പൊ ഇത് സഭയെയും മാതാവിനെയും ഉദ്ദേശിക്കുന്ന ഭാഗമാണ്. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. അതായത് യഹൂദ രാജപരമ്പര എടുത്തു കഴിയുമ്പോൾ ഇസ്രായേലും യഹൂദ രണ്ടായതിനു ശേഷം
യഹൂദ രാജപരമ്പര എടുത്തു കഴിയുമ്പോൾ യഹൂദ രാജാക്കന്മാർക്ക് അവരുടെ സ്ഥാനം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കാന്നറിയാമോ? രാജമാതാവിനാണ്, രാജാവിന്റെ അമ്മയ്ക്കാണ് പിന്നീട് പദവിയുള്ളത്, രാജാവിന്റെ ഭാര്യയ്ക്കല്ല. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരിൽ രാജാവിന്റെ ഭാര്യയ്ക്കാണ്, പക്ഷെ യഹൂദ രാജാക്കന്മാരിൽ രാജാവിന്റെ അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് യഹൂദ സിംഹമായ യേശുവിന്റെ വലതുഭാഗത്ത് ആരാണ് നിൽക്കുന്നത്? ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് അമ്മയെ പറ്റിയുള്ള ഒരു അമ്മയെ അനുസ്മരിച്ച് നടത്തുന്ന കുക്കുലിയോൻ അതിൽ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗം അമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. പിന്നീട് 14-ാമത്തെ വാക്യം, അവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴന്മാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. ഇതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടേണ്ട മഹത്വത്തെ പറ്റിയാണ് പിന്നീട് താഴത്തേക്ക് കാണിക്കുന്നത്. എന്നാൽ ഇത് ഈ എഴുതിയ സങ്കീർത്തനക്കാരൻ ശരിക്കും ഒരു രാജ്ഞിക്ക് കിട്ടേണ്ട പദവിയും ആ രാജ്ഞിക്ക് കിട്ടേണ്ട അംഗീകാരവുമാണ് താഴെ എഴുതി വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ രാജാവിന്റെ ഭാര്യ രാജ്ഞിക്കുള്ള അംഗീകാരമാണ്. എന്നാൽ ഇത് മശിഹായിലൂടെ വായിക്കുമ്പോൾ, മശിഹായുടെ കണ്ണുകളിലൂടെ വായിക്കുമ്പോൾ യേശുവിന്റെ അമ്മയ്ക്ക് കിട്ടേണ്ട മഹത്വങ്ങളെ പറ്റിയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ഭൂരിഭാഗം സങ്കീർത്തനങ്ങളിലും ആര് മറഞ്ഞിരിക്കുന്നുണ്ട്? യേശു മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം വായിക്കുമ്പോൾ ആ കണ്ണിലൂടെ വേണം ക്രിസ്ത്യാനി വായിക്കാൻ. അതിലെല്ലാം യേശുവിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് യേശുവിനെ മഹത്വപ്പെടുത്തുന്ന, ദൈവമാതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ യേശുവിനെ കണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് കഴിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:45 സങ്കീർത്തനം വായിക്കാനും പഠിക്കാനുമുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നു. ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു സന്ധ്യായാമം അങ്ങയുടെ തിരുവചനത്തിന്റെ കീഴിലായിരിക്കുവാൻ നൽകിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഇന്ന് വചനത്തിലൂടെ അനേക ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് തന്നല്ലോ. ഹേരോദാവ് തന്റെ നിലനിൽപ്പിന് വേണ്ടി തിന്മ ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് അതോടുകൂടെ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നുവെന്ന് കണ്ടു. ദൈവമേ, അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി തിന്മ ചെയ്യാനോ തിന്മ പറയാനോ ഇടവരാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഹേരോദ്യ തന്റെ മകളെ നിത്യനരകത്തിന്റെ അവസ്ഥയിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് പിന്നീട് ഞങ്ങൾ കണ്ടു. ദൈവമേ, ഞങ്ങളുടെ മക്കളെ ദൈവീകരാക്കി വളർത്താൻ, അവർക്ക് സതുപദേശം കൊടുക്കാൻ, അവർക്ക് നല്ല മാതൃക കൊടുക്കാൻ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ. അങ്ങനെ നല്ലത് ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനായിട്ട് ഞങ്ങളെ ദൈവമേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. പിന്നീട് കർത്താവേ, വിശുദ്ധ കുർബാനയുടെ സൂചനകൾ ദൈവമേ അപ്പം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ വെള്ളത്തിന്റെ മുകളിലൂടെ അങ്ങ് സഞ്ചരിക്കുന്നതും അതിലൂടെ അങ്ങ് പഠിപ്പിച്ചു. എത്ര വേണമെങ്കിലും അപ്പം വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞാനെന്നും ശരീരത്തെ ഏത് അവസ്ഥയിലേക്ക് ഒരപ്പത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റാൻ എനിക്ക് കഴിയുമെന്നും അങ്ങ് വെളിപ്പെടുത്തി. എന്നിട്ട് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ അവിടുന്ന് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാ എന്റെ ശരീരം, വാങ്ങി ഭക്ഷിപ്പിൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ഇപ്രകാരം ഇനി ലോകാവസാനത്തോളം ചെയ്യും, എന്റെ വരവ് വരെയും നിങ്ങൾ അനുഷ്ഠിക്കുവെന്ന് പറഞ്ഞ് സഭയെ അവിടുന്ന് വിശുദ്ധ കുർബാന പരമേൽപ്പിക്കുകയും ചെയ്തു എന്ന് ദൈവമേ ഞങ്ങൾ കാണുന്നു. കർത്താവേ, അതുകൊണ്ട് തന്നെ അങ്ങേലുള്ള വലിയ വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ, അങ്ങ് ഇറങ്ങി വന്ന് വ്യാപരിക്കുന്ന ഇടമാണെന്ന് മനസ്സിലാക്കാൻ, അവിടുന്ന് തന്നെയാണ് വിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കി വിശുദ്ധിയോടുകൂടെ അത് സ്വീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, അതിനുശേഷം ഒരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ ദേശനിവാസികൾ ചുറ്റുമുള്ള പട്ടണങ്ങളിലേക്കെല്ലാം ആളുകളെ അയച്ച് രോഗികളെ കൊണ്ടുവന്ന യേശുവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടോട്ടെ, ഞങ്ങൾ സുഖപ്പെടുമെന്ന്. അതുകൊണ്ട് ദൈവമേ, ഇത്തരത്തിലുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമെന്ന് അങ്ങയോട് യാചിക്കുന്നു. എബ്രായർ 11:6 ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുന്നുവെന്നും
വിശ്വസിക്കേണ്ടതല്ലോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് അങ്ങയോട് യാചിക്കുന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ, വലിയ ദാഹത്തോടെ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച ദൈവമേ, അങ്ങയെ തൊട്ട് സൗഖ്യമുള്ളവരായി തീരാൻ, അനുഗ്രഹമുള്ളവരായി തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ദൈവമേ, ഞങ്ങളുടെ ഇടവകയെയും സഭയെയും സഭാപിതാക്കന്മാരെയും എല്ലാവരെയും ഇവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ.